ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കോഴിക്കോട്ടെ മാനാഞ്ചിറ സ്ക്വയർ ഒരുങ്ങിക്കഴിഞ്ഞു. വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിവിധ രൂപത്തിലുള്ള അലങ്കാര ദീപങ്ങൾ ഒരുങ്ങുന്നത്. മാനാഞ്ചിറയിൽ നിന്നും അഭിന പി ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോ എവിടെ നിൽക്കുന്നതെന്നറിയോ? അന്റാർട്ടിക്കയില്. അന്റാർട്ടിക്ക എവിടെയെന്നറിയോ? നമ്മുടെ സ്വന്തം കോഴിക്കോട് മാനാഞ്ചിറയിലാണ് കേട്ടോ. ഇവിടെ ക്രിസ്തുമസിനെ, ന്യൂ ഇയറിനെ എല്ലാം വരവേൽക്കാനായി ഇവിടെ ഈ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ലൈറ്റുകൾ, അങ്ങനെ എല്ലാവിധ പരിപാടികളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഗ്ലോബ്, പെൻഗ്വിൻ, 12 അടി ഉയരത്തിലുള്ള പിരമിഡ്, ദിനോസർ തുടങ്ങിയ നിരവധി രൂപങ്ങളിലാണ് ദീപാലങ്കാരങ്ങൾ ഒരുങ്ങുന്നത്. സ്റ്റീൽ രൂപങ്ങളിൽ വൈദ്യുതി വിളക്കുകൾ ഘടിപ്പിച്ചാണ് അലങ്കാരങ്ങൾ. ഇതിന്റെ പ്രവൃത്തി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച രീതിയിലാണ് ഇത്തവണ മാനാഞ്ചിറയെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ട നവീകരണത്തിനായി 1 കോടി രൂപയാണ് വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോട് ഞാൻ ഇതിന് മുമ്പും വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വന്ന് നോക്കിയപ്പം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ന്യൂ ഇയറൊക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രവൃത്തി പൂർത്തിയായില്ലെങ്കിലും മാനാഞ്ചിറയിലേക്ക് സ്ക്വയർ കാണാനും സെൽഫി എടുക്കാനും എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെക്കാട്ടും കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ഈ വേറെ ഒന്നും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇത്തവണ കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നുന്നു. നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ കാണാൻ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നാവുമെന്ന് വിചാരിച്ചാൽ അതാ ഞങ്ങളൊന്ന് വന്നു. അപ്പോൾ ഇന്നല്ല 22-നാണെന്നാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. കണ്ടോ ക്രിസ്മസ് അപ്പൂപ്പനെ? കണ്ടോ? കോഴിക്കോട് എങ്ങനെ തോന്നുന്നു ഈ ഒരു പരിപാടിയൊക്കെ? അടിപൊളിയാണ്. ഇനി വരുമോ? 22-ന് വരുമോ? 22-ാം തീയതി കഴിഞ്ഞിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു, പക്ഷെ വീഡിയോ കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ കണ്ടിട്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്നാൽ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ആയാലല്ലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എന്താന്നൊക്കെ. ആരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ കോഴിക്കോടിനുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്ടുകാരല്ല, പാലക്കാട്ടുകാരാണ്. അപ്പോൾ പാലക്കാട്ടുകാർക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു പരിപാടി എല്ലാം കണ്ടിട്ട്? നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ലൈറ്റിൽ കാണുന്നത് നല്ല ഇതുണ്ട്. ഇപ്പം 22-നാണെന്നാണ് പറഞ്ഞത്. 22 നമ്മുടെ പാലക്കാട് ഇങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പരിപാടികളൊന്നും അവിടെ ഇല്ല. അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഇവിടെ വന്നിട്ട് ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. കണ്ടപ്പോൾ നല്ല ഇത് തോന്നി. കുട്ടികൾക്കൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നുകൊണ്ട് തോന്നി. കോഴിക്കോടാണോ പാലക്കാടാണോ ബെറ്റർ? ഞങ്ങൾ പറയുമ്പോൾ പാലക്കാടല്ലേ പറയുള്ളൂ. കോഴിക്കോട് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ? അതുപോലെ തന്നെ ഇനി ക്രിസ്മസിനെ ഞങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തത് ഒരു അന്റാർട്ടിക്ക സെറ്റപ്പിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തത്. ലൈറ്റൊക്കെ ഇട്ട് കണ്ടാണെങ്കിൽ കറക്റ്റായിട്ട് പറയായിരുന്നു. ഇപ്പം എനിക്ക് ഒന്നും ആയിട്ടില്ല. ആയിട്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഇനി മിന്നിത്തിളങ്ങുന്ന കോഴിക്കോടിനെ കാണാനുള്ള കാത്തിരിപ്പാണ്. ദൃശ്യവിരുന്നിനി കാത്തിരിക്കേണ്ടത് മണിക്കൂറുകൾ മാത്രം. രാഹുൽ മക്കടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം അഭിന പി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.